അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷെഫീഖാണ് റിയാദിന്ന്. എന്തൊക്കെയുണ്ട് ചങ്കളെ വിശേഷങ്ങളൊക്കെ? സുഖല്ലേ, റാഹത്തല്ലേ ചങ്കളെ? നമ്മളെ ചങ്കള വരുന്നു കേട്ടോ. അപ്പം എന്താണെന്നുള്ള വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അയ്യോന് സന്തോഷം കൊണ്ടേ. എന്താണ് സന്തോഷം? ഇങ്ങനെ ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയോ? മാഷാ അല്ലാഹ്. അപ്പം ഞങ്ങള് ഇന്നലെ അല്ല, എത്ര ദിവസമായി ഇപ്പം നമ്മളെ വീഡിയോ ചെയ്തിട്ട്? ഇന്നൊക്കെ 4 ദിവസമായി. ഞങ്ങള് ഔട്ട് ഓഫ് റിയാദ് പോയിങ്ങാണ്ട് ഞങ്ങളെ ലൈസൻസ് പുതിയ ഇക്കാമിക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഔട്ട് ഓഫ് റിയാദ് പോയി. അവിടെ ശരിയാവില്ലാന്നിട്ട് ഞങ്ങൾ വീഡിയോസൊക്കെ ഇട്ടിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു 4-5 ദിവസം കൊണ്ട് അത് ശരിയായിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങളെൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അവിടെ ലൈസൻസ് അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മളതിൽ വന്ന തന്നെ കേട്ടോ. അപ്പം ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു ജോബും കൂടി ഓനാക്കി കൊടുക്കണം ഇൻഷാ അല്ലാഹ്. എന്നാൽ പിന്നെ നമുക്ക് റാഹത്തായി. അപ്പോൾ ചെക്കൻ്റെ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്, റാഹത്തായിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എവിടെയെങ്കിലും ഡ്രൈവർ ചാൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് എൻ്റെ നമ്പറിലൊന്ന് മെസ്സേജ് അയക്കുകൊണ്ടോ. ഇൻഷാ അല്ലാഹ് അത്യാവശ്യം വേക്കൻസികൾ വരലുണ്ട്. അപ്പം ഇനി അടുത്ത നാളെ വെച്ചാൽ നമുക്ക് നല്ല വേക്കൻസി വരാമെന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പം എന്താ ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോൻ്റെ കൂടെ, നമ്മളെ ജോബ് വേക്കൻസി വീഡിയോൻ്റെ കൂടെ ഞാൻ ഇതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട് ചങ്കള വിശേഷങ്ങളൊക്കെ? സുഖല്ലേ, റാഹത്തല്ലേ? അപ്പോൾ നമ്മളെ ചെക്കൻ്റെ ലൈസൻസ് കിട്ടിയ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്തിരുന്നു കേട്ടോ. 2 വേക്കൻസി ഉണ്ട്. 2 ബൂഫി മല്ലിമിനെയാണ് ആവശ്യമുള്ളത്. ഒന്ന് ആയിലേക്കാണ്. അപ്പോൾ അവർ പറഞ്ഞത് 2500 റിയാൽ സാലറി ഉണ്ട്, റൂമും ഉണ്ട്, ഫുഡും ഉണ്ട്. പിന്നെ ബൂഫിൻ്റെ വർക്കിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി സൗദിയിലുള്ള ആൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അതുപോലെ അടുത്തൊരു വേക്കൻസി ഉള്ളത് 2200 റിയാലാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. റൂമും ഉണ്ട്, ഫുഡും ഉണ്ട്. അത് തനാസിൽ കൊടുക്കാൻ പറ്റണ തന്നെയാണ്. 2 തനാസിൽ കൊടുക്കാൻ പറ്റണ തന്നെയാണ്. അപ്പോൾ തനാസിൽ കൊടുക്കാൻ പറ്റുന്നൊരു മെസ്സേജ് അയക്കി കേട്ടോ. ഏജിൻ്റെ ലിമിറ്റ് ഒരാൾ പറഞ്ഞത് ഒരു 35-40 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആൾ മതി എന്നൊക്കെ പറഞ്ഞത്. അതിന് മേലേക്കുള്ള ആൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കി. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിന് മുമ്പല്ല വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കണു, മദ്രസ തുറക്കുന്ന ടൈമാണ്. അപ്പോൾ ചില ആളുകളൊക്കെ സൗദിൻ്റെ വീട്ടിൽ അവർ ലേഡീസ് കാർ ഓടിക്കണോണ്ട് പെട്ടെന്ന് തനാസിൽ മാറാൻ പറഞ്ഞ ആളുകളുണ്ടാവും. അവർ ഞാൻ ഈ തരുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ സൗദി കോൺടാക്ട് നമ്പർ ഒന്ന് ചോദിക്കുക. ഞാൻ അതിലാണ് കൂടുതൽ അവർക്ക് ജോബ് ക്ലിയർ ചെയ്ത് കൊടുക്കൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ചോദിക്കാൻ നിൽക്കണ്ട. കാരണം എനിക്കിവിടെ ഉറങ്ങാൻ പറ്റില്ല, വിളിച്ചുകൊണ്ടിരിക്കും ആളുകൾ. ആർക്ക് തന്നെ എൻ്റെ സൗദി നമ്പർ ഉണ്ടെങ്കിലും അതിൽ വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിലോ നമ്പറിലോ കോൾ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജോബ് വേക്കൻസി നമ്പർ 9895331557 9895331557 ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു റിയാദിൽ ഇപ്പോൾ ആ സുഹൃത്തിന് ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് അങ്ങനെ മാറ്റാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചതുകൊണ്ടോ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരാളിപ്പം ഇന്ന് ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടിരുന്നു, അങ്ങനെയാണ് മെസ്സേജ് അയച്ചത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയച്ച ആളാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ലൈസൻസിൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നു 2026 വരെ. ഒരുപാട് പേരാണ് അറിഞ്ഞത്. നിങ്ങളെ വീഡിയോ കണ്ടായിരുന്നു, എനിക്ക് അതൊരു സംശയം ചോദിക്കാൻ വിചാരിച്ചു നമ്മളോട്. അപ്പോൾ അയാൾ നമ്മളെ ലൈസൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഓരോരോ വീഡിയോവും ഓരോരുത്തർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് അൽഹംദുലില്ലാഹ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ചില ആളുകൾ ഇങ്ങനെ തുറന്ന് പറയട്ടോ. അപ്പോൾ റുസൂമ എങ്ങനെ കെട്ടുക, 5 വർഷത്തിന് എത്ര, 2 വർഷത്തിന് എത്ര എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അതൊക്കെ നിങ്ങൾക്ക് പോയിട്ട് ചെയ്യാവുന്നതന്നെ ഉള്ളൂ. അതുപോലെ തന്നെ ഓൺലൈനിൽ എങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുക്കുക, എനിക്കറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളെ കോൺടാക്ട് നമ്പർ ഞാൻ തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ആ വീഡിയോൻ്റെ താഴെ കണ്ടുകൊണ്ട് ക്വാളിഫിക്കേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾ കേട്ടാൽ നെട്ടിപ്പോവും, അത്രക്കും ഉണ്ട്. ഇതുവരെ ആരും അങ്ങനെ പഠിച്ചിട്ടില്ല. ഈ ഒരു സഹായം മറ്റൊരാൾക്ക് സഹായം ചെയ്യാൻ അങ്ങനത്തെ ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു സുഹൃത്ത് അതിൻ്റെ താഴെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുണ്ട്? റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോ ചെയ്യണം.
ഒരാൾക്ക് ഉപകാരപ്പെട്ടാൽ മതി, നമുക്കൊരിതില്ല. പിന്നെ യൂട്യൂബിൽ നിന്ന് 10K സബ്സ്ക്രൈബ് ആയപ്പോൾ ഞാനൊരു കേക്ക് അതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പകരം ഞാൻ ആ ക്യാഷ് ആർക്കെങ്കിലും ഉപകാരം കിട്ടോട്ട് എഴുതിയിട്ട് ഒരു സബ്സ്ക്രൈബർക്ക് നമ്മൾ നോക്കിയിട്ട് കൊടുക്കുകയും ചെയ്തത്, സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് കൊടുക്കുക ചെയ്ത്. അതുപോലെ തന്നെ ഇപ്പോൾ 13,000 ആയി, ഇനിയിപ്പോൾ ഒരു 2,000 കൂടി ആയി കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ചെറിയ ക്യാഷ് എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഇല്ലത് നമ്മളതിൽ ഷെയർ ചെയ്യും. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്നതും ഞാൻ അങ്ങനെ തന്നെ ഷെയർ ചെയ്യും. അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കല്ലേ. അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളത് എപ്പോഴോ ചെയ്തിട്ടുണ്ടാവില്ലേ. GB ഉപയോഗിച്ച് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ച് ആളുകൾക്ക്, നമ്മളെ സബ്സ്ക്രൈബർ അതിലുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല, കുറച്ച് പുറത്തുള്ള ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് എന്താ പറയുക, മറ്റവൻ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും കയറിപ്പോകുമോ എന്നുള്ളൊരു ചിന്ത. ഞാൻ ചിന്തിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്കൊരു ജോലി ആയി കഴിഞ്ഞാൽ അയാളെ പാട്ടിന് പോകുമല്ലോ, പിന്നെ അയാളെ നമ്മളെ വിളിക്കാൻ നിൽക്കില്ലല്ലോ എന്നാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് 10 ഉറുപ്പ്യ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളോട് കടം ചോദിച്ചാൽ നിൽക്കില്ലല്ലോ, അയാളെ പാട്ടിന് പോകുമല്ലോ. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് നേരെ തിരിച്ചാ, അങ്ങോട്ട് വരണം ഇൻ്റെ കാലിലോട്ട്. ആ ചിന്ത വെക്കണ അന്ന് നിങ്ങളെ കാര്യത്തിൽ ഫോളോ ചെയ്യാതെ നിങ്ങൾ മറ്റൊരാളെ കാര്യത്തിൽ ഫോളോ ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങളെ കാര്യങ്ങൾ അവിടെ മറന്നു വെക്കണം. അപ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങളെ കാര്യങ്ങളൊക്കെ അതേമാതിരി അവിടെ ഉണ്ടാവും. മറ്റുള്ളവരെ കാര്യങ്ങളോ ഓല അങ്ങനെ വിജയിച്ച് മുന്നോട്ട് പോകും, നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ കറങ്ങി നടക്കും വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഉപകാരപ്പെടുന്ന വീഡിയോസോ ആര് ചെയ്യുകയാണെങ്കിലും, ഇപ്പം ഞാനിന്നല്ല ആരും ഒരാൾ ഉപകാരപ്പെടുന്ന വീഡിയോ അതിന്മ ഇങ്ങനെ ചെന്നിങ്ങാണ്ട് ഇങ്ങനെ കൂട്ടിക്കെട്ടാൻ കുത്തിരിക്കുക, അതൊന്നും വലിയൊരു ശരിയല്ല പരിപാടിയൊന്നുമല്ല. ആളുകൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്നും ഇപ്പോൾ ഒരു ബാഡ് കമൻറ്റ് നമുക്ക് ടെൻഷൻ വരും. കാരണം ഫേസ്ബുക്കിലൊക്കെ ഞാൻ ആ ബാഡ് കമൻറ്റ് കണ്ടപ്പോൾ പിന്നെ ഇപ്പോൾ എന്താ ഇപ്പോൾ ആൾക്കാരോട് പറയാനേ. ജോബ് വേക്കൻസി നിങ്ങൾ ഇങ്ങനത്തെ ബാഡ് കമൻറ്റ് ഇടുമ്പോൾ നമ്മൾ വേക്കൻസി കുറയ്ക്കാരം, അപ്പോൾ ആളുകൾക്ക് ഉപകാരം കുറയാക്കാരം. അല്ലാതെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്കിവിടെ ജോലിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്, നമ്മൾ ജോലി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ ജോബ് വേക്കൻസിക്ക് ആക്കി കൊടുക്കുമ്പോൾ ആരെന്തെങ്കിലും ഒരു നുസ് റിയാലിന് എന്തെങ്കിലും ഞാൻ മേടിച്ചിട്ടുണ്ടോ, ഇവിടുന്ന് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? 2,500 3,000 റുപ്യേൻ്റെ ഒക്കെ ഹൗസ് ഡ്രൈവർ വേക്കൻസികളൊക്കെ ഞാൻ ആക്കി കൊടുക്കലുണ്ട്. ആരെന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടു ആരെന്തെങ്കിലും ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം നല്ല ചെയ്യണോല് ചെയ്തോട്ടെ എന്ന് നിങ്ങൾ വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ കുറേ മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് സംശയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഓരോ ദിവസം തോറും നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഹൗസ് ഡ്രൈവർ, ഒരു സൗദിക്ക് ഒരു ഡ്രൈവർ വേണമെന്ന് വെച്ചാൽ ആ സൗദി ഇപ്പോൾ ആദ്യമൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ വക്കാല എഴുതി മാറിയിരുന്നു. അവരെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ മേടിച്ച് അതിലേക്ക് ഒരു ട്രാവൽസിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ ആ ട്രാവൽസിൻ്റെ കാർഡിലേക്ക് വക്കാല എഴുതി മാറിയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മെഡിക്കൽ എടുത്ത് സെൻഡാക്കിയതിന് ശേഷം അയാളെ പേരിൽ ഇൻഷൂർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വക്കാല എഴുതി മാറണം. അപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ജസ്റ്റ് ഒരു വോയിസ് ആയിട്ട് നിങ്ങൾ സെൻഡാക്കി വെച്ചാൽ മതി, കോൾ ചെയ്യേണ്ട. ഇതിൻ്റെ ഒഴിവിനനുസരിച്ച് ഞങ്ങൾക്ക് റീപ്ലൈ തരുന്നുണ്ട്. വേറെ എന്ത് കാര്യങ്ങൾ സൗദിയിൽ വന്നിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ. അതൊക്കെ നമ്മൾ പറഞ്ഞുതരുന്നുണ്ട്. നമ്മളാൽ കഴിയുന്ന എന്തൊരു കാര്യം നിങ്ങൾക്കത് ഉപകാരമാണെങ്കിൽ നമ്മളത് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എൻ്റെ കോൺടാക്ട് നമ്പർ 9895331557 98 95 331 557. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കുക, കേട്ടില്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള ഓരോ വീഡിയോകൾ ഇടയ്ക്ക് വരും. അപ്പോൾ നിങ്ങൾ അത് കഴിയുന്നിടത്തോളം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.